ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജന്മാഷ്ടമി ദിവസമൊക്കെ കഴിഞ്ഞു, ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞു. എന്നിരുന്നാൽ പോലും ഇന്ന് നമുക്ക് പറയാൻ പോകുന്നത് ആറന്മുളയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ. ജന്മാഷ്ടമി ദിവസം നമ്മുടെ തെക്കേമുറി പള്ളിയോടം അണിയിച്ചൊരുക്കി ഭഗവാന്റെ അടുത്ത് പോയി തൊഴുത് തിരിച്ചു വന്ന് ഞങ്ങളെല്ലാം ഭഗവാന്റെ വഴിപാട് കഴിക്കാനൊക്കെ ആയിട്ട് പോയി. അതിൻ്റെ ഒരു ചെറിയ വീഡിയോ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഇട്ടുകൊണ്ട് തന്നെ നമുക്ക് ആറന്മുള കണ്ണാടിയുടെ വിശേഷങ്ങളിലേക്ക് പോയി. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുമ്പോൾ ആറന്മുള കണ്ണാടിയാണ്. അപ്പോൾ ഇത് നമ്മുടെ തെക്കേമുറി പള്ളിയോടമാണ്. തെക്കേമുറി പള്ളിയോടം ഞങ്ങൾ അണിയിച്ചൊരുക്കി ഭഗവാന്റെ കടവിലേക്ക്, ക്ഷേത്ര കടവിലേക്ക് ചെല്ലുകയും അത് കഴിഞ്ഞ് നേരെ നമ്മൾ തിരിച്ച് കടവിൽ കൊണ്ട് അടുപ്പിക്കുകയും നേരെ തിരിച്ച് നമ്മൾ വഴിപാട് നടക്കുന്ന ക്ഷേത്രത്തിലേക്ക് ചെല്ലുകയും ചെയ്തു. ഇത് കലവറ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എത്ര ആൾക്കാർ വന്നാലും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണം അവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് പള്ളിയോട് കരക്കാർക്ക് വേണ്ടിയിട്ട് നിരത്തി ഇട്ടേക്കുന്ന സ്പേസാണ്. ഓരോ പള്ളിയോട് കരക്കാരും കടവിൽ വന്ന് തൊഴുതതിന് ശേഷം വന്ന് പാട്ടുപാടി വന്നിരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസാണ്. ഇത് നമ്മുടെ പള്ളിയോടത്തിൽ വന്ന കുഞ്ഞു കൃഷ്ണനാണ്. കുഞ്ഞു കൃഷ്ണൻ്റെ കയ്യിൽ ഇരിക്കുന്നത് എന്താണെന്നറിയാം, JCB ആണ്. ഒരു രസമായിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്, അത് പറഞ്ഞത് മാത്രം. നേരെ തിരിച്ചിനി നമുക്ക് നമ്മുടെ വഴിപാട് സദ്യയിലേക്ക് കടക്കാം. ആ സദ്യ ഒന്ന് രുചിച്ചതിന് ശേഷം നമുക്ക് ആറന്മുള കണ്ണാടിയിലേക്ക് പോകാം. അതായത് തുമ്പപ്പൂ ചോറിട്ടു, അതിൻ്റെ പുറകെ നല്ല പരിപ്പ് കറി ഒഴിച്ച് നല്ലപോലെ ഭക്ഷണം കഴിച്ചു. ജനസാഗരമാണ്. 52 പള്ളിയോടങ്ങളും ക്ഷേത്രത്തിലേക്ക് വന്ന് അവിടെ ഭക്ഷണം കഴിക്കുന്നൊരു ചടങ്ങാണ്. അതുപോലെ തന്നെ നമ്മൾ ഒന്നിച്ചൊരുമയുണ്ടെങ്കിൽ ഒരു പാത്രത്തിലും ഉണ്ണാം, അല്ലെ ഭഗവാന്റെ വഴിപാട് സദ്യ കഴിക്കാം എന്ന് കാണിച്ച് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് പോകാം. അപ്പോൾ അതിനു മുമ്പ് എല്ലാവർക്കും ജന്മാഷ്ടമി ആശംസകൾ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ആറന്മുള കണ്ണാടിയാണ്. ആറന്മുള കണ്ണാടി എങ്ങനെ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ നിർമ്മാണ വിവരങ്ങളൊക്കെ ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു. നിങ്ങൾക്ക് ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ വിശദമായി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് വളരെ മനോഹരമായി ചെയ്തിരിക്കുന്ന വലിയ കണ്ണാടിയാണ്. കഥകളിയുടെ രൂപത്തിൽ ചെയ്തിരിക്കുന്ന ഒരു വലിയ കണ്ണാടിയാണ്. നല്ല വെയിറ്റാണ്. ഇതിൻ്റെ ഏകദേശം പ്രൈസ് വരുന്നത് 1.5 ലക്ഷം രൂപയോളം പ്രൈസ് വരും. അത് ഈ പ്രൈസ് വരുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് അതിൻ്റെ നമ്മൾ നിർമ്മാണ രീതി മാത്രമല്ല, അതിൻ്റെ ഫ്രെയിം മാത്രമല്ല, കണ്ണാടിയുടെ ആണ് ആ ഒരു റേറ്റിൻ്റെ വ്യത്യാസം വരുന്നത്. വലിയ കണ്ണാടി നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് അവർ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ പല പ്രാവശ്യം വാർത്തെങ്കിൽ മാത്രമേ ഒരു വലിയ കണ്ണാടി നമുക്ക് ചെയ്തെടുക്കാൻ കിട്ടത്തുള്ളൂ. ചെറിയ കണ്ണാടി എന്ന് പറയുമ്പോൾ ഒരു വാർപ്പിനകത്തുനിന്ന് സൈഡൊക്കെ പൊട്ടിപ്പോയാലും അവർക്ക് ചെറിയ റൗണ്ട് കട്ട് ചെയ്തെടുക്കാനുണ്ടാവും. അപ്പോൾ വലിയ കണ്ണാടി കട്ട് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് വലുപ്പമുള്ളത് വാർത്തെങ്കിൽ മാത്രമേ അതങ്ങനെ കിട്ടത്തുള്ളൂ. ഇവിടെ കൂടുതലും നമുക്ക് ചെറിയ കണ്ണാടികളാണ് മൂവ്മെൻ്റ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് വാൽ കണ്ണാടിയുടെ ഒരുപാട് വെറൈറ്റികൾ ശരിക്കും പറഞ്ഞാൽ അരവിന്ദ് ചെയ്തു വെച്ചിട്ടുണ്ട്. ആ വാൽക്കണ്ണാടി മാത്രമല്ല, ശംഖിൻ്റെ രൂപത്തിലുള്ളതുണ്ട്. ഇനി ശംഖിൻ്റെ രൂപത്തിലെന്ന് മാത്രമല്ല, പഴയ ട്രഡീഷണൽ ഒരു മോഡലാണ് ഈ കാണുന്നത്. ആ ഒരു രൂപത്തിലുള്ളതും അതിൻ്റെ പല ഡിസൈൻസും അവിടെ നമുക്ക് ലഭ്യമാണ്. അതിൻ്റെ ഒരുപാട് കളക്ഷൻസാണ് അരവിന്ദിൻ്റെ കയ്യിലുള്ളത്. അതുപോലെ തന്നെ മയിലിൻ്റെ കളക്ഷനുണ്ട്. വാൽക്കണ്ണാടിയാണ് കൂടുതലും. ഇത് നമ്മുടെ ട്രഡീഷണൽ രീതിയിലുണ്ട് തന്നെയുണ്ട്. അതുപോലെ മാത്രമല്ല, സ്റ്റാൻഡിൽ വരുന്നതുണ്ട്, അതുപോലെ തന്നെ പീഠത്തിൽ വരുന്നുണ്ട്. അങ്ങനെ 2 ടൈപ്പിൽ വരുന്ന ഒരുപാട് കണ്ണാടികളുണ്ട്. എന്നിരുന്നാൽ പോലും വാൽക്കണ്ണാടിയാണ് ഇപ്പോൾ അവിടെ കൂടുതലും നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അരവിന്ദൻ്റെ കയ്യിൽ ഒരുപാട് വലിയ വാൽക്കണ്ണാടികളുണ്ട്. സാധാരണഗതിയിൽ ചെറുതാണ് വരുന്നത്. നല്ല വലുപ്പമുള്ളതും അതുപോലെ തന്നെ പല ഡിസൈൻസ് ഉള്ളതും നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന രീതിയിൽ ഒരു 2500 രൂപ മുതൽ മേളിലോട്ട് നോക്കുമ്പോൾ വാൽക്കണ്ണാടിയുടെ ഒരുപാട് ശേഖരം, ഒരുപാട് കമനീയ ശേഖരം തന്നെ അരവിന്ദ് നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആലിലയുടെ രൂപത്തിൽ, ശംഖിൻ്റെ രൂപത്തിലൊക്കെ ഒരുപാട് വെറൈറ്റികൾ. കഥകളിയുടെ തന്നെ ചെറിയൊരു രൂപമുണ്ട്. അതും ആ നമ്മുടെ ഫേസ് ആ കണ്ണാടിക്കകത്ത് വരുമ്പോൾ ആ കഥകളിയുടെ രൂപം ഉണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ പള്ളിയോടത്തിൻ്റെ മിനിയേച്ചർ, അതുപോലെ തന്നെ തിരുവാറന്മുളയപ്പൻ്റെ സ്വന്തം പള്ളിയോടത്തിൻ്റെ മിനിയേച്ചർ, അങ്ങനെ ഒരുപാട് പള്ളിയോടങ്ങളുടെ മിനിയേച്ചർ നമുക്കിവിടെ ലഭ്യമാണ്. അതുപോലെ തന്നെ കൃഷ്ണശിലയിൽ തീർത്ത ഒരു ആറന്മുള കണ്ണാടിയാണ് ഈ കാണുന്നത്. കൃഷ്ണശിലയാണ് നമ്മുടെ ആ ബ്ലാക്ക് കളറ് ഇതിൻ്റെ ഒരു സപ്പോർട്ടിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തീരെ ചെറിയ പള്ളിയോടത്തിൻ്റെ മിനിയേച്ചറുകളും ഉണ്ട്. അതുപോലെ തന്നെ ശംഖാണ് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ, ശംഖ്. അതുപോലെ തന്നെ നമുക്ക് താമര, ഇപ്പോൾ അവിടെ താമര ലഭ്യമല്ല, എന്നിരുന്നാൽ പോലും താമരയുടെ രൂപത്തിലുള്ളതും ഒക്കെ അവിടെ ഉണ്ടാവും. മിനിയേച്ചർ, തീരെ ചെറിയ മിനിയേച്ചർ മുതൽ വലിയ അത്യാവശ്യം 2.5 അടി വലുപ്പമുള്ള വരെ പള്ളിയോടങ്ങളുണ്ട്. ഇത് ആമാടപ്പെട്ടിയുടെ പുതിയ മോഡലാണ് കേട്ടോ, പഴയ മോഡലല്ല, പഴയത് ആൻറ്റിക്സ് അല്ല, ആമാടപ്പെട്ടിയുടെ ഒരു പുതിയ മോഡലാണ്. അതുപോലെ തന്നെ അവിടെ പിച്ചളയുടെ ഒരുപാട് ഐറ്റംസ് അരവിന്ദൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. വിളക്കുണ്ട്, വിളക്കിൻ്റെ വലിയ രൂപമാണ്. 2 ആന നിന്നിട്ട് നടുക്ക് ലക്ഷ്മി വരുന്ന ടൈപ്പ് വലിയ തൂക്കുവിളക്കാണ്. അതിൻ്റെ തന്നെ 2-3 ടൈപ്പ് ഉണ്ട്. ചെറുതുണ്ട്,
ഒരു മീഡിയം ടൈപ്പ് വലുതുണ്ട്, നല്ല വലുപ്പത്തിലുള്ളതുമുണ്ട്. അപ്പോൾ വിളക്കിൻ്റെ ഒരുപാട് കമനീയ ശേഖരം അവിടെ അരവിന്ദ് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ണാടി വാങ്ങിക്കാൻ ചെന്നാൽ ഇതുപോലുള്ള ഒരുപാട് പൂജ ഐറ്റംസ് ഉണ്ട്. സാമ്പ്രാണി കുത്തുന്നതുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇനി ഇടിയപ്പം വേണമെന്നുണ്ടെങ്കിൽ ഇടിയപ്പത്തിൻ്റെ വിലക്കുറവാണ്. നിങ്ങൾ നോക്കിയാൽ അറിയാം, ഒരു ഇടിയപ്പത്തിൻ്റെ കുറ്റിക്ക് 1000 രൂപ അതിന് പ്രൈസ് വരുന്നുള്ളൂ. അതിൻ്റെ ചില്ലുണ്ട്, അതിൻ്റെ ബാക്കിയുള്ള എല്ലാ ഐറ്റങ്ങളും കൂടെ ചേർത്ത് 1000 രൂപ മാത്രമേ വരുന്നുള്ളൂ. അതുപോലെ തന്നെ അവിടെ പറ നമുക്കവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 2-3 ടൈപ്പിലുള്ള പറയുണ്ട്. ഡിസൈൻസ് ഉള്ളതുണ്ട്, ഡിസൈൻസ് ഇല്ലാത്തതുണ്ട്, സ്റ്റാൻഡ് ഉള്ളതുണ്ട്. അങ്ങനെ 2-3 ടൈപ്പിലുള്ളത്. അതുപോലെ തന്നെ നമുക്ക് കണി ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ രീതിയിലുള്ള വാർപ്പുകളുണ്ട്. ഇത് പള്ളിയോടത്തിൻ്റെ ഒരു ചെറിയ മിനിയേച്ചറാണ്. ഇത് എനിക്ക് തോന്നുന്നു 1 അടി 1.5 അടി വലുപ്പത്തിലുള്ള വളരെ മനോഹരമായിട്ട് പള്ളിയോടത്തിൽ എങ്ങനെയൊക്കെയാണോ ഡിസൈൻസ് ഉള്ളത് ആ രീതിയിലുള്ള എല്ലാ ഡിസൈൻസും കൊടുത്തിട്ടുള്ള ഒരു മിനിയേച്ചറാണ്. അതുപോലെ തന്നെ നെറ്റിപ്പട്ടം ഫൈബറിൽ തീർത്തതാണ്. നെറ്റിപ്പട്ടം അവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സിൽവർ ടൈപ്പ് കൂടെ അവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഈ ഗോൾഡൻ ടൈപ്പ് മാത്രമല്ല, സിൽവർ ടൈപ്പ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഫോട്ടോസ്, നമ്മുടെ പൂജാമുറിയിൽ വെക്കാൻ വേണ്ടിയിട്ടോ ഒക്കെ ഉള്ള ഒരുപാട് ഫോട്ടോസ്. ഇത് കൂടുതലും ഈ ഗോൾഡൻ ടൈപ്പ് ഫിനിഷ് വരുന്ന ഫോട്ടോസാണ് നമുക്കിവിടെ ലഭ്യമായിട്ടുള്ള കൂടുതൽ ഐറ്റങ്ങൾ. അതുപോലെ തന്നെ ചെറിയ മിനിയേച്ചറായിട്ടുള്ള ചെറിയ ഉരുളികൾ, അതുപോലെ തന്നെ ചെറിയ താലം, അതുപോലെ തന്നെ ചെറിയ വിളക്ക്, ചെറുത് മുതൽ വലിയ വിളക്ക് വരെ അവിടെ ഉണ്ട്. അവരോട് നമ്മൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, ആമ വിളക്കാണിത്. താഴെ ബേസ് എന്ന് പറയുന്നത് ആമയുടെ മോഡലാണ്. മേളിലോട്ട് വന്നു കഴിഞ്ഞാൽ തൂക്കുവിളക്കുണ്ട്, ആമയുടെ ബേസുള്ള ചെറിയ വിളക്കുണ്ട്, തീരെ ചെറിയ വിളക്കുണ്ട്, നമ്മൾ വഴിപാടിന് പറയുന്ന ചെറിയ വിളക്കുകൾ. അതുപോലെ തന്നെ പൂജ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ കിണ്ടി, ചെറിയ മണി, ചെറിയ ഉരുളി, അങ്ങനെ തുടങ്ങി പിച്ചള ഐറ്റംസ് ഒരുപാടുണ്ട്. വിളക്കുകളുടെ ഒരുപാട് കമനീയ ശേഖരമാണ് അരവിന്ദിൻ്റെ കയ്യിലുള്ളത്. കൂടുതലും അരവിന്ദ് സ്വന്തമായിട്ട് ചെയ്യുന്നത് ഈ ആറന്മുള കണ്ണാടിയാണ്. ആറന്മുള കണ്ണാടിയുടെ ഒരു വലിയ ശേഖരം തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ആറന്മുള കണ്ണാടി ലണ്ടൻ മ്യൂസിയത്തിലേക്ക് ചെയ്ത് കൊടുത്തത് അരവിന്ദാണ്. ഇത് കൊമ്പിൻ്റെ ഒരു മോഡലാണ്. നമുക്ക് ഷോ പീസിനൊക്കെ വീട്ടിൽ വെച്ചേക്കാവുന്നതാണ്. ഒരു കൃഷ്ണനോട് അതിൻ്റെ സെൻറ്ററിലുണ്ടെന്നുണ്ടെങ്കിൽ സൂപ്പറാണ് കാണാൻ. അപ്പോൾ എന്തെങ്കിലും ഇതുപോലുള്ള പിച്ചളയുടെ ഒരുപാട് ഐറ്റംസാണ് അവിടെ നിരത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള എന്ത് ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അരവിന്ദിനെ കോൺടാക്ട് ചെയ്യുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് ആറന്മുള കണ്ണാടി വേണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇതുപോലുള്ള പൂജ ഐറ്റംസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അരവിന്ദിനെ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്തോളുക. നിങ്ങളൊരു മെസ്സേജ് ഇട്ടോളുക. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് വീഡിയോസുമായിട്ട് നമുക്ക് ആറന്മുള കണ്ണാടിയുമായിട്ടുള്ള ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നാണയങ്ങളും കറൻസികളും സ്റ്റാമ്പുകളുമായിട്ടുള്ള വീഡിയോസാണ് സാധാരണ നമ്മൾ ഇടാറ്. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, അങ്ങനെയുള്ള കളക്ഷൻ ചെയ്യുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഈ ചാനൽ അയച്ചു കൊടുക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ